ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ നമുക്ക് അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ലാബ് ഉണ്ട്. അപ്പോൾ ആ ലാബിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം. ഈ വീഡിയോയിൽ ജസ്റ്റ് നമ്മൾ ഒരു ഡേറ്റാബേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ടേബിൾസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, പിന്നെ വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നത്, ഇത് മാത്രം നോക്കാം. ഇനി കമ്മിങ് വീഡിയോസിൽ നമ്മൾ ലാബിൽ ചെയ്യുന്ന പോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഡേറ്റാബേസ് ഒട്ടും അറിയാത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഫ്രം ദ ബേസിക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ MySQL വർക്ക് ബെഞ്ച് ആണ്. ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് നമ്മളുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് റെഫർ ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ വീഡിയോ നോക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് നമ്മൾ ഇങ്ങനെ നോക്കി ഓർ കേട്ട് പഠിക്കുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ കൂടെ തന്നെ ചെയ്തു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ലാബിലൊക്കെ പോയിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ MySQL വർക്ക് ബെഞ്ച് ഇൻസ്റ്റാൾ ആക്കണം. ഇൻസ്റ്റാൾ ആക്കിയിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ മെയിലിൽ ഫയൽ, എഡിറ്റ്, വ്യൂ, ക്വയറി, ഡേറ്റാബേസ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ ഫയലിൻ്റെ താഴെ SQL+ എന്നൊരു സിമ്പിളുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇതിലാണ് നമ്മൾ ക്വയറീസ് എല്ലാം ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡേറ്റാബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഡേറ്റാസ് നമ്മൾ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡേറ്റാസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡേറ്റാബേസ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ട സിൻടാക്സ് അല്ല, ഒരു ക്വയറി, സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് ആണ്. അപ്പോൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ക്വയറിയാണ് ക്രിയേറ്റ്, CREATE, ക്രിയേറ്റ് ഡേറ്റാബേസ്. ഡേറ്റാബേസ് കീവേഡാണ്, ക്രിയേറ്റും കീവേഡാണ്. ക്രിയേറ്റ് ഡേറ്റാബേസ്. ഇനി നമ്മളുടെ ഡേറ്റാബേസിൻ്റെ പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പ്രിയ എന്ന് കൊടുക്കുന്നു. എൻ്റെ ഡേറ്റാബേസാണ്. നിങ്ങൾക്ക് ഏത് നെയിം വേണമെങ്കിലും കൊടുക്കാം ഡേറ്റാബേസിന്. സെമിക്കോളൻ. ഇപ്പോൾ നമ്മൾ C പ്രോഗ്രാമിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇതിലും ഓരോ സ്റ്റേറ്റ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മൾ സെമിക്കോളൻ കൊടുക്കണം, എന്നാലേ വർക്ക് ആവത്തുള്ളൂ. സെമിക്കോളൻ ഇല്ലാതെയും വർക്ക് ആവും എന്നാണ് തോന്നുന്നത്, പക്ഷേ സെമിക്കോളൻ വെച്ച് പോകുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇതിനെ ഇനി നമുക്ക് റൺ ചെയ്യണമെങ്കിൽ ആ ലൈനിൽ തന്നെ വെച്ചിട്ട് Ctrl+Enter അടിച്ചാൽ മതി. അത് റണ്ണാവും. ഇനി ഈ റണ്ണാവുന്നതിൻ്റെ ഔട്ട്പുട്ട് താഴെ തന്നെ കാണിക്കും. താഴെ ഔട്ട്പുട്ട്, ആക്ഷൻ ഔട്ട്പുട്ടില്ലേ, അതിൽ തന്നെ കാണിക്കും. ഇപ്പോൾ ഞാൻ ഡേറ്റാബേസ് പ്രിയ ആണ് ക്രിയേറ്റ് ചെയ്തത്. ക്രിയേറ്റ് ഡേറ്റാബേസ് പ്രിയ. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗ്രീൻ കളറിൽ ടിക്ക് മാർക്ക് ഉണ്ട്. ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഓർ സിൻടാക്സിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ ഗ്രീൻ കളർ ടിക്കിന് പകരം റെഡ് കളറിൽ ഒരു ക്രോസ് മാർക്ക് കാണിക്കും. ആൻഡ് ഇവിടെ നമ്മൾ ഈ ടൈപ്പ് ചെയ്തില്ലേ ക്രിയേറ്റ് ഡേറ്റാബേസ്, അവിടെയും ഈ ബ്ലൂ കളറിന് പകരം റെഡ് കളറിൽ ഒരു ഇൻറ്റു മാർക്ക് കാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ക്വയറിയിൽ എന്തോ എറർ ഉണ്ട് എന്നാണ് മീനിങ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത ക്വയറിയിൽ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഇപ്പോൾ നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ ഡേറ്റാബേസിലാണ് നമ്മൾ ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും അതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫുള്ള്. അപ്പോൾ നമ്മളിപ്പോൾ ഡേറ്റാബേസ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഇനി എടുത്ത് യൂസ് ചെയ്താലേ നമുക്ക് ടേബിൾസൊക്കെ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഡേറ്റാബേസിൽ ഏത് ഡേറ്റാബേസിലാണ് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഡേറ്റാബേസ് നമ്മൾ യൂസ് ചെയ്യണം, യൂസ് കൊടുക്കണം, എന്നാലേ അതിൽ നമുക്ക് ടേബിൾസൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, ക്രിയേറ്റ് ഡേറ്റാബേസ് പ്രിയ. ഇനി ഈ ഡേറ്റാബേസിലാണ് ഞാൻ ടേബിൾസൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ യൂസ് ചെയ്യാം. അതിനുള്ള കീവേഡാണ് യൂസ്. ഡേറ്റാബേസ് ഏതാണോ അതിൻ്റെ പേര് കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. ഇനി Ctrl+Enter അടിച്ചാൽ മതി. യൂസ് പ്രിയ. ഇപ്പോൾ എനിക്ക് ഈ ഡേറ്റാബേസ് യൂസായി. ഇനി ഇതിൽ എനിക്ക് ടേബിൾസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരു ഡേറ്റാബേസ് ഉണ്ട് ആൻഡ് അതിനെ യൂസും ചെയ്തു. ഇനി ഈ ഡേറ്റാബേസിലോട്ട് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് നോക്കാം. ഇതിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ് ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര്. ഓക്കെ, ഇപ്പോൾ കൊടുക്കാം ക്രിയേറ്റ്, CREATE, ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെയിം സ്റ്റുഡൻറ്റ് എന്ന് തന്നെ കൊടുക്കാം. ക്രിയേറ്റ് സ്റ്റുഡൻറ്റ് ടേബിൾ നെയിം, ഇത്രയും കൊടുത്തു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ആയില്ല കേട്ടോ, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയില്ല. ക്രിയേറ്റ് ടേബിൾ,
ടേബിളിൻ്റെ നെയിം കൊടുക്കണം. ഇനി അത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടേബിളിലുള്ള ഓരോ കോളത്തിൻ്റെ നെയിമും കൊടുക്കണം. ഓരോ കോളത്തിൻ്റെ നെയിം കൊടുക്കണം. പിന്നെ അതിൽ പ്രൈമറി കീ ആണോ, ഏതാണോ പ്രൈമറി കീ അത് കൊടുക്കണം. ആൻഡ് ആ ഒരു കോളത്തിൻ്റെ പെർട്ടിക്കുലർ ഡേറ്റ ടൈപ്പ് ഏതാണ് എന്നും കൂടി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻ്റ് എന്ന് കൊടുത്തു. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഓരോ കോളത്തിൻ്റെ പേരും കൊടുക്കാം. ഇപ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റിൻ്റെ ടേബിളാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു റോൾ നമ്പർ വേണം. അപ്പോൾ കോളം നെയിം ഞാൻ റോൾ നമ്പർ എന്ന് കൊടുത്തു. റോൾ നമ്പറിൻ്റെ ടൈപ്പ് എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ അത് ഞാൻ ഇൻറ്റാക്കി കൊടുത്തു. ഇനി നമ്മൾ റോൾ നമ്പറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഡിഫറെൻറ്റ് റോൾ നമ്പേഴ്സാണ്, യുണീക്കാണ് റോൾ നമ്പേഴ്സ്. അപ്പോൾ റോൾ നമ്പറിനെ എനിക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ കോളത്തിൻ്റെ പേര് റോൾ നമ്പർ ആയിട്ട് കൊടുത്തു. ഡേറ്റ ടൈപ്പ് ഇൻറ്റീജർ ആണ്. ആ ഒരു കോളത്തിൽ നമുക്ക് ഇൻറ്റീജർ വാല്യൂസ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അതിനെ ഞാൻ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ പ്രൈമറി കീ എന്ന് കൊടുത്താൽ മതി. പ്രൈമറി കീ എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഇനിയും കുറേ കോളംസ് ഉണ്ടെങ്കിൽ കോമായിട്ട് കൊടുക്കാം. റോൾ നമ്പർ അതിൻ്റെ ടൈപ്പ് ഇൻറ്റാണ്, അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തു. ഇനി അടുത്തുള്ളത് നെയിം. സ്റ്റുഡൻറ്റിന് എന്തായാലും ഒരു പേര് കാണത്തില്ലേ, അപ്പോൾ പേര് കൊടുത്തു. പേര് എപ്പോഴും ക്യാരക്ടർ ആയിരിക്കും. അപ്പോൾ വേർ ക്യാർ ഓഫ് നമുക്ക് എത്ര ക്യാരക്ടേഴ്സ് വരെ വരാമെന്നും കൊടുക്കാം. അപ്പോൾ ഡേറ്റ ടൈപ്പ് വേർ ക്യാർ ആണ്. അതിൻ്റെ സൈസ് മാക്സിമം 20 ആണ്. ഇനി അടുത്ത ഒരു ഇതും കൂടി കൊടുക്കാം. അടുത്ത ഇതിൽ ഏജ് കൊടുക്കാം. ഏജ് കൊടുക്കാം. ഏജ് എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ ഇൻറ്റു കൊടുത്തു, പിന്നെ ഉള്ളത് ഇമെയിൽ കൊടുക്കാം. ഇമെയിലും വേർ കെയർ ആയിരിക്കും. വേർ കെയർ ഓഫ് ഒരു 30 കൊടുക്കാം. വേർ കെയർ 30 ഇത്ര മാത്രം മതി. ഇപ്പോൾ നമുക്ക് എത്ര കോളംസ് ഉണ്ടോ അത്ര കോളത്തിൻ്റെ നെയിമും ഇങ്ങനെ കൊടുക്കാം. കോളം നെയിം അതിൻ്റെ ഡേറ്റ ടൈപ്പ് കോളം നെയിം അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഇങ്ങനെ കോമായിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ കോളമും നമ്മൾ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് പാരാന്തസിസ് നമ്മൾ ക്ലോസ് ചെയ്തില്ലേ, അതിൻ്റെ അടുത്ത് ഒരു സെമിക്കോളൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് റൺ ചെയ്യാം. എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കാം. Ctrl+ എൻ്റർ അടിച്ചാൽ മതി. ഇപ്പോൾ ഇതിൽ എറർ ഒന്നുമില്ല. എൻ്റെ ഇതിപ്പോൾ ടേബിൾ ക്രിയേറ്റ് ആയി. അപ്പോൾ ഇനി ടേബിൾ ക്രിയേറ്റ് ആയി. നമ്മളുടെ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ടോ, കറക്റ്റ് ആയിട്ടാണോ ക്രിയേറ്റ് ആയിട്ടുള്ളത്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ ടേബിളിൻ്റെ സ്കീം എടുത്ത് നോക്കാം. അതിന് കൊടുക്കാനുള്ള ഇതാണ് DASC. ഡിസ്ക് നമ്മളുടെ ടേബിൾ നെയിം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളുടെ ടേബിൾ അങ്ങനെ തന്നെ ഡിസ്പ്ലേ ആയി വരും ഔട്ട്പുട്ടിൽ. ടേബിൾ നെയിം സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഡിസ്ക് സ്റ്റുഡൻറ്റ് സെമിക്കോളൻ. ഇനി നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് റൺ ചെയ്യണമെങ്കിൽ Ctrl+ എൻ്റർ അടിക്കണം. അപ്പോൾ Ctrl+ എൻ്റർ ഇങ്ങനെ കൊടുത്തു, റണ്ണായി. ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. ഇതിൽ റോൾ നമ്പർ ഉണ്ട്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റാണ്. നല്ലാണോ നൽ വാല്യൂസ് വരാൻ പാടില്ല, ബിക്കോസ് അത് പ്രൈമറി കീ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അടുത്ത ഇത് നെയിം ഉണ്ട്, അതിൻ്റെ ടൈപ്പ് വേർ കെയർ ആണ്, നല്ലാവാം. പിന്നെ അടുത്ത ഏജ് ഉണ്ട്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ. അടുത്ത ഇമെയിൽ ഉണ്ട്, അതിൻ്റെ ടൈപ്പ് വേർ കെയർ മാക്സിമം 30. ഇപ്പോൾ എനിക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ആയി. അതിൽ എനിക്ക് ആവശ്യമുള്ള ഫീൽഡൊക്കെ ഞാൻ കൊടുത്തു. ഇനി ഇപ്പോൾ ഫീൽഡ്സ് ഒക്കെ കൊടുത്തു. ഇനി ഇതിൽ വാല്യൂസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം എന്ന് നോക്കാം. വാല്യൂസ് ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കമാൻഡാണ് ഇൻസേർട്ട് ഇൻറ്റു. അപ്പോൾ ആദ്യം ഇൻസേർട്ട് ഇൻറ്റു കൊടുക്കാം. ഇൻസേർട്ട് ഇൻറ്റു INSERT INTO ഇൻസേർട്ട് ഇൻറ്റു നമ്മളുടെ ടേബിൾ പേര് ഏതാണോ അത് കൊടുക്കാം. ഇപ്പോൾ ടേബിൾ പേര് സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ സ്റ്റുഡൻറ്റ് കൊടുത്തു. ഇനി ഈ പാരാന്തസിസ് ഓപ്പൺ ചെയ്യണം. ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് ആ ബ്രാക്കറ്റ്സിനകത്ത് ഫസ്റ്റ് നമ്മളുടെ കോളം നെയിംസ് ഒക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കോളം നെയിമാണ് റോൾ നമ്പർ. പിന്നെ സെക്കൻഡ് ഉള്ളത് നെയിമാണ്. തേർഡ് ഉള്ളത് ഏജ് ആൻഡ് ഫോർത്ത് ഉള്ളത് ഇമെയിൽ. ഇത്രയും കോളംസാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കോളം നെയിംസ് ഒക്കെ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വാല്യൂസ് കൊടുക്കാം. വാല്യൂസ് കൊടുക്കുന്നതിന് വാല്യൂസ് എന്ന കീവേഡ് യൂസ് ചെയ്യണം. വാല്യൂസ് പിന്നെയും ഒരു പാരാന്തസിസ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഞാൻ റോൾ നമ്പർ 1 ആണ് കൊടുക്കുന്നത്. പിന്നെ റോൾ നമ്പർ കഴിഞ്ഞിട്ട് നെയിം പ്രിയ. പിന്നെ ഏജ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇമെയിൽ പിക് ടൈം
gmail.com. ഓക്കെ, ഇപ്പോൾ ഞാൻ വാല്യൂസും കൊടുത്തു. ആൻഡ് ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു തിങ് ആണ്, നമ്മൾ ഇൻറ്റീജർ കൊടുത്താൽ അതിൽ ഈ ഡബിൾ കോട്ട്സ് സിംഗിൾ കോട്ട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. പക്ഷേ ക്യാരക്ടേഴ്സ് അതൊക്കെ കൊടുക്കുമ്പോൾ, ക്യാരക്ടേഴ്സ് ഓർ സ്ട്രിങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എറർ വരും. അപ്പോൾ ഇതിൽ പ്രിയ ഒരു സ്ട്രിങ് ആണ്, പിന്നെ ptmlearners@gmail.com അതും സ്ട്രിങ് ആണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഡബിൾ കോട്ട്സ് കൊടുക്കുന്നു. ഓക്കെ, ഡബിൾ കോട്ട്സ് കൊടുത്തു. ഇനി സെമിക്കോളൻ ഇട്ടിട്ട് Ctrl+Enter അടിച്ചു കൊടുക്കാം. Ctrl+Enter, വാല്യൂസ് ഇൻസേർട്ടായി. ഇൻസേർട്ട് ഇൻറ്റു ഇത് സക്സസ് ആയി, ഗ്രീൻ ടിക്ക് വന്നു. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ആക്കി. ഇനി ഇത് കറക്റ്റ് ആയിട്ടാണോ ഇൻസേർട്ട് ആയിട്ടുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ആ ടേബിളിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻസേർട്ട് ആക്കിയത് കറക്റ്റ് ആയിട്ടാണോ പോയേക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇതാണ് സെലക്ട് സ്റ്റാർ കൊടുക്കുമ്പോൾ ആ ടേബിളിലുള്ള എല്ലാ ഡീറ്റെയിൽസ് വരും. ഇനി ഓരോ ഇതും മാത്രം എങ്ങനെ സെലക്ട് ചെയ്തെടുക്കണമെന്ന് അടുത്ത വീഡിയോയിൽ കാണും. സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് സെമിക്കോളൻ. ഇനി Ctrl+Enter അടിച്ചാൽ മതി. ഇപ്പോൾ വന്നു. ഇതിൽ റോൾ നമ്പർ 1 ആണ്, നെയിം പ്രിയ, ഏജ് 32, ഇമെയിൽ ptmlearners@gmail.com ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ ഇൻസേർട്ട് ആക്കിയത് ഇവിടെ കറക്റ്റായിട്ടാണ് ഇൻസേർട്ട് ആയേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇതിൽ ഇപ്പോൾ ഞാൻ ഒറ്റ റോ മാത്രമാണ് ഇൻസേർട്ട് ആക്കിയത്. ഇനി മൾട്ടിപ്പിൾ റോസ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ മൾട്ടിപ്പിൾ റോസ് ഇൻസേർട്ട് ചെയ്യുന്നതിനും സിൻടാക്സ് ഒക്കെ സെയിം ആണ്. ഇപ്പോൾ ഇത് മാത്രം ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. ഇൻസേർട്ട് ഇൻറ്റു ടേബിൾ നെയിം കൊടുക്കണം. ടേബിൾ നെയിമിൻ്റെ അകത്ത് ഓരോ കോളത്തിൻ്റെ നെയിമും പാരാന്തസിസിൻ്റെ അകത്ത് കൊടുക്കണം. ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ്, അതിലുള്ളതാണ് റോൾ നമ്പർ, നെയിം, ഏജ്, ഇമെയിൽ. ഇനി വാല്യൂസിൽ ഈ ഓർഡറിൽ തന്നെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇപ്പോൾ റോൾ നമ്പർ 2, നെയിം ABC, ഏജ് 23, എന്തെങ്കിലുമൊക്കെ ഒരു Gmail ID കൊടുക്കാം. ഓക്കെ, കൊടുത്തു. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്യാം. ഇതിൽ 4 ഫീൽഡാണുള്ളത്. 4 ഫീൽഡിനുള്ള വാല്യൂസ് കൊടുത്തു. ഇനി ഇത് ഒറ്റ റോ മാത്രമാണ്. ഇനി ഇതിൽ വേറെ റോസും കൂടി ഈ സിംഗിൾ ഇതിൽ ഇൻസേർട്ട് ചെയ്യണം. മൾട്ടിപ്പിൾ റോസ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോമ ഇടാം. കോമ ഇട്ടിട്ട് അടുത്ത ഇത് കൊടുക്കാം. അടുത്ത പാരാന്തസിസിൻ്റെ അകത്ത് അടുത്ത വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റോൾ നമ്പർ 3, നെയിം എന്തെങ്കിലാവട്ടെ, അതിൻ്റെ ഏജ് 65, ഇമെയിൽ ID gmail.com. ഇപ്പോൾ 2 റോ ആയി. ഇനി 3 റോ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. 3 അല്ല, നമുക്ക് എത്ര റോ വേണമെങ്കിലും ഇൻസേർട്ട് ആക്കാം. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ 3 റോ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. റോൾ നമ്പർ 4, നെയിം GT, ഏജ് 98, Gmail ID gmail.com. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എത്ര റോസ് വേണമെങ്കിലും ഇങ്ങനെ കോമായിട്ട് അടിച്ചു കൊടുക്കാം. ലാസ്റ്റ് സെമിക്കോളൻ മസ്റ്റ് ആണ്. ഇനി ഇത് റൺ ചെയ്യണമെങ്കിൽ Ctrl+Enter അടിച്ചാൽ മതി. ഇത് സക്സസ്ഫുള്ളി റണ്ണായി. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കും. ഇനി എല്ലാം ഇൻസേർട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുക്കാം. അത് സെപ്പറേറ്റ് നമ്മൾ പോയിട്ട് ടൈപ്പ് ചെയ്യേണ്ട. ഈ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചതുണ്ടല്ലോ, ആ ലൈനിൽ പോയിട്ട് തന്നെ Ctrl+Enter കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്ത എല്ലാം തന്നെ എനിക്ക് ഈ ടേബിളിൽ ഇൻസേർട്ടായി കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും വാല്യൂസൊക്കെ ഇൻസേർട്ട് ചെയ്യുന്നതും. ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ കറൻ്റ്ലി ലാബിൽ ഏതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ളതൊക്കെ അറിയാം. ഇപ്പോൾ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റിൽ കണ്ടത് ആ ടേബിളിലുള്ള എല്ലാ ഇൻഫർമേഷനും കിട്ടുന്നതാണ്. ഇനി ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾ ഒരു റോ മാത്രം എങ്ങനെ എടുക്കണം, ഒരു പർട്ടിക്കുലർ കോളം മാത്രം എങ്ങനെ എടുക്കണം, അതിൻ്റെ സിൻടാക്സും കൂടി നോക്കാം. ഇതൊക്കെയാണ് DBMSൻ്റെ ബേസിക്സ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു പർട്ടിക്കുലർ കോളം മാത്രമാണ് എടുക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ഞാൻ ഇതിൽ എടുക്കാൻ പോകുന്നത് റോൾ നമ്പർ ആൻഡ് നെയിം മാത്രമാണ്. അത് 2 മാത്രം എങ്ങനെ എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനും
സെലക്ട് ആണ്. സെലക്ട് നമ്മൾ സ്റ്റാർ കൊടുത്ത് എല്ലാ കോളമും വരും, പക്ഷേ നമുക്ക് എല്ലാ കോളമും വേണ്ട, 2 കോളം മാത്രം മതി. അപ്പോൾ കോളം നെയിം മാത്രം കൊടുക്കാം. സെലക്ട് എനിക്ക് വേണ്ടത് റോൾ നമ്പറിൻ്റെ കോളമാണ്. റോൾ നമ്പർ കൊമ നെയിമിൻ്റെ കോളമാണ്. അപ്പോൾ റോൾ നമ്പർ കൊമ നെയിം ഫ്രം ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സെലക്ട് റോൾ നമ്പർ കൊമ നെയിം ഫ്രം സ്റ്റുഡൻറ്റ്. ഇനി സെമിക്കോളൻ കൊടുക്കാം. ദെൻ Ctrl+Enter. അങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ ടേബിളിൽ ഞാൻ കൊടുത്ത ഡീറ്റെയിൽസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ തന്നെ അതിലുള്ള റോൾ നമ്പറും നെയിമും മാത്രം എനിക്ക് വന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് കോളം മാത്രം സ്പെസിഫിക്കലി എടുക്കേണ്ടത്. ഇനി അടുത്തതാണ് ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോ മാത്രം എങ്ങനെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ സെലക്ട് നമുക്ക് ഇപ്പോൾ എനിക്ക് ടേബിളിലുള്ള എല്ലാ റോസും വേണം ആൻഡ് അതിൽ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഇതല്ലല്ലോ, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. ടേബിളിൻ്റെ നെയിം സ്റ്റുഡൻ്റ് ആണ്. ഇനി കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേർ ക്ലോസ് ആണ് യൂസ് ചെയ്യുന്നത്. വേർ എന്നൊരു കീവേഡാണ് യൂസ് ചെയ്യുന്നത്. WHERE വേർ റോൾ നമ്പർ ഈക്വൽ ടു 3 കൊടുക്കാം. വേർ റോൾ നമ്പർ ഈക്വൽ ടു 3 സെമിക്കോളൻ. ഇനി Ctrl+Enter അടിക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ റോൾ നമ്പർ 3 ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടി. ഇനി ഇതേപോലെ ഇപ്പോൾ എനിക്ക് ഇതിലുള്ള എല്ലാ കോളംസും കിട്ടി. സ്പെസിഫിക് കോളം മാത്രം വേണമെങ്കിൽ സെലക്ട് നെയിം കൊമ ഏജ് ഫ്രം ടേബിൾ നെയിം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുന്നു. നിങ്ങളുടെ ടേബിൾ നെയിം ഏതാണോ അത് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഫ്രം സ്റ്റുഡൻറ്റ് വേർ റോൾ നമ്പർ ഈക്വൽ ടു 2 ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ റോൾ നമ്പർ 2 ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ നെയിമും ഏജും മാത്രം എനിക്ക് കിട്ടി. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് വേർ ക്ലോസ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് കൊടുക്കാം. പിന്നെ ഇതിൽ റോൾ നമ്പർ മാത്രം കൊടുക്കണമെന്നില്ല. ഇപ്പോൾ എനിക്ക് ഏജ് ഗ്രേറ്റർ ദാൻ 10 ഉള്ളതെല്ലാം എടുത്ത് നോക്കാം. ഏജ് ഗ്രേറ്റർ ദാൻ 40 എടുക്കാം. സെലക്ട് നെയിം കൊമ ഏജ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ ഏജ് ഗ്രേറ്റർ ദാൻ 35 ഇങ്ങനെ കൊടുക്കാം. Ctrl+Enter കൊടുക്കുമ്പോൾ 35-ന് മേളിലുള്ള ഏജുള്ള സ്റ്റുഡൻസിൻ്റെ നെയിമും ഏജും മാത്രം വന്നു. ഇപ്പോൾ എനിക്ക് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിതിൽ ആൻഡ് യൂസ് ചെയ്യാം, ഓർ യൂസ് ചെയ്യാം. ആൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൊടുത്തിരിക്കുന്ന എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ടപ്പിൾസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് ഓർ കൊടുത്താൽ അതിലുള്ള ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും ആ ഒരു ടപ്പിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ഈ ടപ്പിൾ എന്താ, പിന്നെ ആട്രിബ്യൂട്ട്, റെക്കോർഡ്, ഇതൊക്കെ എന്താണെന്ന് ADBMSൻ്റെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ടപ്പിൾ എന്ന് പറയുന്നത് ജസ്റ്റ് റോസ് ആണ്. ടപ്പിൾ ആൻഡ് റെക്കോർഡ് ബോത്ത് ആർ സെയിം. ഇപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 35 ആയിരിക്കണം. ആൻഡ് വേറെന്ത് കണ്ടീഷൻ കൊടുക്കാം? റോൾ നമ്പർ ഈക്വൽ ടു 3 ഇങ്ങനെ കൊടുക്കുമ്പോൾ റോൾ നമ്പർ 3 ആണ്, ഏജും ഗ്രേറ്റർ ദാൻ 65 ആണ്. ഇപ്പോൾ നമുക്കിതിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു ടേബിളിൽ ഞാൻ മാർക്ക് അതൊന്നും വെച്ചിട്ടില്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ഏജ് ഗ്രേറ്റർ ദാൻ 35 ആൻഡ് മാർക്ക് ഗ്രേറ്റർ ദാൻ 50 ഇങ്ങനെയൊക്കെ വെച്ചിട്ട് എടുക്കാം. ഇപ്പോൾ റോൾ നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് അല്ലേ, അപ്പോൾ അതിൽ ഒരു റെക്കോർഡ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ആൻഡ് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് രണ്ട് കണ്ടീഷനും ട്രൂ ആവുന്ന റിസൾട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ ഇവിടെ ഓറാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഏജ് ഗ്രേറ്റർ ദാൻ 35 ആയ സ്റ്റുഡൻസിൻ്റെ ഇതും ഡീറ്റെയിൽസും കിട്ടും. ആൻഡ് റോൾ നമ്പർ 3 ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. ഓർ കൊടുത്തു, Ctrl+Enter ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഏജ് 65 ഉണ്ട്, ഏജ് 98 ഉണ്ട്. റോൾ നമ്പർ 3 ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിലും ഉണ്ട്, ഏജ് ഗ്രേറ്റർ ദാൻ 35 ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസും എനിക്കിതിൽ കിട്ടി. ഇനി ഇതിലൊരു റെക്കോർഡ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ റോൾ നമ്പർ 3 ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ പേര് എനിക്ക് മാറ്റണം. പേര് അതിലെന്തോ ഒരു പേരുണ്ട്, പക്ഷേ ആ പേര് മാറ്റിയിട്ട് എനിക്ക് വേറൊരു പേര് കൊടുക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഒരു ഡേറ്റ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അപ്ഡേറ്റ് ഇപ്പോൾ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് പേര് അപ്ഡേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റുഡൻസിൻ്റെ മാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫുൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒരു ഡേറ്റ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓൾറെഡി കൊടുത്ത ഡേറ്റ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്ഡേറ്റ് എന്നൊരു കീവേഡ് യൂസ് ചെയ്യാം.
അപ്ഡേറ്റ് നമ്മൾ ഏത് ടേബിളിലാണോ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് ആ ടേബിളിൻ്റെ പേര് കൊടുക്കണം. ഞാനിപ്പോൾ സ്റ്റുഡൻറ്റ് ടേബിളിലാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് കൊടുത്തു. ഇനി സെറ്റ് കോളം നെയിം. ഇപ്പോൾ എനിക്ക് നെയിമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നെയിം ഈക്വൽ ടു, ഞാൻ ഓൾറെഡി കൊടുത്തത് ഒരു നെയിം ഉണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് നെയിം മാറ്റണം, അതുകൊണ്ട് മാറ്റി. നെയിം ഈക്വൽ ടു മീനു. വേർ കണ്ടീഷനും കൂടി കൊടുക്കണം, എന്നാലേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. വേർ റോൾ നമ്പർ ഈക്വൽ ടു 3 സെമിക്കോളൻ. ഇങ്ങനെ കൊടുക്കുമ്പോൾ റോൾ നമ്പർ 3 ഉള്ള സ്റ്റുഡൻറ്റിനെ നെയിം ആദ്യം നമ്മൾ ഏതാണോ കൊടുത്തത് അതിൽ നിന്ന് മാറി മീനു ആയിട്ട് കിട്ടും. അപ്പോൾ Ctrl+Enter കൊടുത്തു. ഇത് സക്സസ് ആയി, ഇതിൽ എററൊന്നുമില്ല. ഇനി മാറിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ റോൾ നമ്പർ 3 ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ നെയിം മീനു എന്ന് ചേഞ്ച് ആയി. ഇതേപോലെ നമുക്ക് നെയിം മാത്രമല്ല എന്ത് റെക്കോർഡ് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ റോൾ നമ്പർ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ബിക്കോസ് അത് യൂണീക്ക് ഐ ഡി ആണ്. ട്രൈ ചെയ്ത് നോക്കാം. അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് റോൾ നമ്പർ ഈക്വൽ ടു 5 where roll number equal to 3 semicolon. Ctrl+Enter. അപ്ഡേറ്റ് ആയി. ഓക്കെ, റോൾ നമ്പർ 3 എന്ന സ്റ്റുഡൻറ്റിന് റോൾ നമ്പർ ഇപ്പോൾ 5 ആയി മാറി. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എറർ വരത്തില്ല. പക്ഷേ ഇപ്പോൾ റോൾ നമ്പർ 5 മാറ്റിയിട്ട് എനിക്ക് 2 കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എറർ വരും, ബിക്കോസ് ഇത് യൂണീക്ക് അല്ലേ. ഇപ്പോൾ സെറ്റ് റോൾ നമ്പർ ഈക്വൽ ടു 2 കൊടുത്തു. 5 ഉള്ള റോൾ നമ്പർ മാറ്റിയിട്ട് ഞാൻ റോൾ നമ്പർ 2 ആക്കാൻ പോവാണ്. അപ്പോൾ ഇത് വർക്കാവോ നോക്കാം. എനിക്കിവിടെ എറർ വന്നു, ബിക്കോസ് ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി 2 ഫോർ ദ സ്റ്റുഡൻറ്റ് പ്രൈമറി കീ. ഇതിൽ സ്റ്റുഡൻറ്റ് ടേബിളിൽ റോൾ നമ്പറാണ് പ്രൈമറി കീ. ഇതിൽ ഓൾറെഡി റോൾ നമ്പർ 2 ഉണ്ട്. അപ്പോൾ പിന്നെയും ഒരു റെക്കോർഡ് മാറ്റിയിട്ട് അതിൻ്റെ റോൾ നമ്പർ 2 ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ പ്രൈമറി കീ ആക്കിയാൽ അതിലുള്ള വാല്യൂസ് എല്ലാം യൂണീക്ക് ആയിരിക്കണം. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ എറർ വന്നു. ഇതാണ് അപ്ഡേറ്റ് കമാൻഡ്. ഇനി അടുത്തുള്ളത് ഡിലീറ്റ് ചെയ്യുന്നത്. ഒരു ടേബിളിലുള്ള എല്ലാ റോസും എനിക്ക് ഡിലീറ്റ് ചെയ്യണം. ഡെലീഷൻ ലാസ്റ്റായിട്ട് നോക്കാം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്താൽ ഈ ടേബിൾ മൊത്തം പോവും. ഇപ്പോൾ ഒരു ടേബിൾ എങ്ങനെ മോഡിഫൈ ചെയ്യണം എന്ന് നോക്കാം. മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ കോളം ആഡ് ചെയ്യാം, ഒരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് മാറ്റാം, പിന്നെ ഒരു കോളം മാത്രം നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ടേബിളിൽ എക്സ്ട്രാ ഒരു കോളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർ കീവേഡ് യൂസ് ചെയ്യാം. ഓൾട്ടർ ടേബിളിൻ്റെ പേര് കൊടുക്കണം. ഇപ്പോൾ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് സ്പേസ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യണം, എനിക്കിപ്പോൾ പുതിയൊരു കോളം ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്യുന്നു. ഇനി നമ്മൾ ഏത് കോളമാണ് ആഡ് ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ പേര് കൊടുക്കാം, ആൻഡ് സ്പേസ് ആ കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എലക്റ്റീവ് എന്നൊരു കോളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് varchar ആണ്. അപ്പോൾ എലക്റ്റീവ് varchar, അതിൻ്റെ സൈസ് 20 ആക്കി കൊടുക്കാം. സെമിക്കോളൻ. ഇനി Ctrl+Enter അടിക്കാം. ഇത് ആഡായി. ഇത് ആഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക് സ്റ്റുഡൻറ്റ് കൊടുക്കുമ്പോൾ ഇപ്പോൾ 1 2 3 4 5 ആദ്യം 4 കോളംസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എലക്റ്റീവ് എന്നൊരു കോളം കൂടി ആഡായി. അപ്പോൾ ഓൾട്ടർ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പുതിയ കോളം ആഡ് ചെയ്യാം. ഇപ്പോൾ ഓൾട്ടർ യൂസ് ചെയ്തിട്ട് ഒരു ടേബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഓൾട്ടർ ടേബിളിൻ്റെ പേര് കൊടുക്കണം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ്. ഇതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് മോഡിഫിക്കേഷനാണ്. ഓൾറെഡി ഉള്ള ഒരു ഡേറ്റ ടൈപ്പിനെ മാറ്റിയിട്ട് പുതിയ ഡേറ്റ ടൈപ്പാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മോഡിഫൈ എന്നൊരു കീവേഡ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് മോഡിഫൈ. കോളത്തിൻ്റെ പേര് നമ്മൾ ഏത് കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പാണോ മാറ്റാൻ പോകുന്നത് അത്. ഞാനിപ്പോൾ എലക്റ്റീവ് ആണ് മാറ്റാൻ പോകുന്നത്. അപ്പോൾ എലക്റ്റീവ് കൊടുത്തു. എലക്റ്റീവ് അതിൻ്റെ പുതിയ ഡേറ്റ ടൈപ്പ് ഇൻ്റ് ആണ്. ഞാൻ ആദ്യം കെയറാണ് കൊടുത്തിരുന്നത്, ഇപ്പോൾ ഇൻ്റ് ആക്കി മാറ്റി. സെമിക്കോളൻ Ctrl+Enter. ഇപ്പോൾ ഇത് വർക്കായി. ഇത് കറക്റ്റ്ലി അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ എലക്റ്റീവിൻ്റെ ടൈപ്പ് ഇൻ്റ് ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് ഓൾട്ടർ ടേബിൾ വെച്ചിട്ട് ഒരു കോളത്തിൻ്റെ ഡേറ്റ ടൈപ്പ് മാറ്റാം, പുതിയ ഒരു കോളം ആഡ് ആക്കാം. ആൻഡ് ഇനി ഉള്ളതാണ് ഒരു കോളത്തിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഓൾട്ടർ ടേബിൾ യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ ഈ എലക്റ്റീവ് ആണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് ഓൾട്ടർ
ഓൾട്ടർ ടേബിൾ നെയിം. പിന്നെ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്, കോളമാണ് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് എനിക്ക് ഡ്രോപ്പ് എന്നൊരു കീവേഡ് യൂസ് ചെയ്യാം. ഡ്രോപ്പ്, ഞാൻ ഇതിൽ കോളമാണ് ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്രോപ്പ് കോളം, കോളത്തിൻ്റെ പേര് എലക്റ്റീവ് ആണ്. അപ്പോൾ ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡ്രോപ്പ് കോളം എലക്റ്റീവ് സെമിക്കോളൻ. Ctrl+Enter. ഓക്കെ, ഇത് സക്സസ്ഫുൾ ആയി. ഇനി ഇത് ഡിലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡെസ്ക് സ്റ്റുഡൻറ്റ് കൊടുക്കാം. Ctrl+Enter. ഓക്കെ, ഡിലീറ്റ് ആയി. നമുക്ക് എലക്റ്റീവ് ആഡ് ആക്കിയപ്പോൾ 5 കോളം ആയിരുന്നു. ഇപ്പോൾ ഇതിൽ എലക്റ്റീവ് പോയി. അപ്പോൾ മീനിങ് എലക്റ്റീവ് ഡിലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെ ഓൾട്ടർ ടേബിൾ വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. കോളം ആഡ് ചെയ്യാം, ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാം, കോളം ഡിലീറ്റ് ചെയ്യാം, എക്സെട്ര. ഇനി ഇതിലുള്ള ഒരു പെർട്ടിക്കുലർ റോ എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കീവേഡാണ് ഡിലീറ്റ്. ഇപ്പോൾ ഡിലീറ്റ് ഫ്രം ടേബിളിൻ്റെ നെയിം കൊടുക്കണം. ഡിലീറ്റ് ഫ്രം ടേബിൾ വേർ റോൾ നമ്പർ ഈക്വൽ ടു 3 ഉള്ള റെക്കോർഡ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് റണ്ണാക്കി നോക്കാം. സക്സസ് ആയി. ഇനി ഇത് ഡിലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ ഇപ്പോൾ 3 ഉള്ള റോൾ നമ്പർ ഉണ്ടായിരുന്ന റെക്കോർഡ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് 1, 2 and 4 മാത്രമാണ്. 3 ഉള്ള റെക്കോർഡ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പെർട്ടിക്കുലർ റോ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതേപോലെ ടേബിളും ഡിലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ടേബിൾ നെയിം. അതല്ല, ഇതിലുള്ള എല്ലാ റോസും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നതാണ് ഡിലീറ്റ് ഫ്രം ടേബിളിൻ്റെ ടേബിൾ പേര് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് സെമിക്കോളൻ ഇങ്ങനെ കൊടുത്താൽ മതി. നമുക്ക് അതിലുള്ള എല്ലാ റോസും ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ എനിക്ക് എറർ വരുന്നു, ഇതിൽ എന്തോ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനുണ്ട്. നിങ്ങൾക്കിത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കമൻറ്റിൽ പറഞ്ഞാൽ മതി. വർക്ക് ആവുന്നില്ലെങ്കിൽ ഇതൊന്നുകൂടെ നോക്കിയിട്ട് അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇത് കംപ്ലീറ്റ് റോസ് ഡിലീറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണ്. ഇനി ആ ഒരു കംപ്ലീറ്റ് ടേബിൾ മൊത്തം ഇതിൽ നിന്ന് എങ്ങനെ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ടേബിൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രോപ്പ് ടേബിൾ കമാൻഡ്. ഡ്രോപ്പ് ടേബിളിൻ്റെ പേര് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ് കൊടുക്കുമ്പോൾ ഈ സ്റ്റുഡൻറ്റ് ടേബിൾ തന്നെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആയി പോകും. സ്റ്റുഡൻറ്റ് ഇപ്പോൾ ഡിലീറ്റ് ആയി. ഇനി നമ്മൾ ഡിസ്ക് സ്റ്റുഡൻറ്റ് കൊടുത്താൽ എറർ കാണിക്കും. ടേബിൾ ഡസൻറ്റ് എക്സിസ്റ്റ്, ഇങ്ങനെ ഒരു എറർ കാണിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടേബിൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ നമുക്ക് ഡേറ്റാബേസും ഡിലീറ്റ് ചെയ്യാം. ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ഡ്രോപ്പ് ഡേറ്റാബേസിൻ്റെ പേര് ഡേറ്റാബേസ് പ്രിയ. ഇങ്ങനെ കൊടുത്ത് എൻ്റർ ചെയ്താൽ എൻ്റെ ഡേറ്റാബേസ് ഫുള്ള് ഡിലീറ്റ് ആയിപ്പോവും. അപ്പോൾ ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ നമ്മളുടെ ഡേറ്റാബേസ് കംപ്ലീറ്റ് ഡിലീറ്റ് ആയിപ്പോവും. ഇത്രയേ ഉള്ളൂ ഇതിലുള്ള ബേസിക് കമാൻഡ്സ്. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ ലാബിൽ എന്താണോ ചെയ്യുന്നത് അതേപോലെയുള്ള പ്രോഗ്രാംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്